ഹലോ, ഇത് മൂവി ബെൽ മലയാളം. ഞങ്ങളുടെ സിനിമാ യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഹുർജിൻ ഹോ 1998 സംവിധാനം ചെയ്ത സൗത്ത് കൊറിയൻ ക്ലാസിക് ക്രിസ്മസ് ഇൻ ആഗസ്റ്റ് എന്ന സിനിമയുടെ അഗാധവും വൈകാരികവുമായ ലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. വരൂ, ആ കഥ കേൾക്കാൻ കാതോർക്കൂ. സിയോളിൽ ഒരു ചെറിയ ഫോട്ടോ സ്റ്റുഡിയോ നടത്തുന്ന 30-കാരനായ ഫോട്ടോഗ്രാഫറാണ് ജോങ് വോൺ. ഇദ്ദേഹം വളരെ ലളിതവും ഏകാന്തവുമായ ജീവിതമാണ് നയിക്കുന്നത്. എന്നാൽ തൻ്റെ ജോലി വളരെ ആസ്വദിച്ചു ചെയ്യുന്ന ആളുമാണ്. ഒരു ദിവസം പാർക്കിംഗ് ഏജന്റായി ജോലി നോക്കുന്ന ഡാറിം എന്ന ഈ പെൺകുട്ടി ആ സ്റ്റുഡിയോയിലേക്ക് അത്യാവശ്യമായി ഒരു പ്രിന്റ് എടുക്കുന്നതിനായി വരുന്നു. എന്നാൽ ആ സ്റ്റുഡിയോ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവൾ പുറത്ത് കാത്തു നിൽക്കുന്ന സമയത്ത് ജോങ് വോൺ കടന്നു വന്നു. ക്ഷീണിതനായ അവൻ അവളോട് കുറച്ചു കഴിഞ്ഞു വരാൻ പറയുന്നു. എന്നിട്ട് തൻ്റെ പക്കലുള്ള മരുന്ന് കഴിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ പ്രിന്റിന് വന്ന പെൺകുട്ടി തിരിച്ചു പോകാതെ പുറത്തൊരു മരത്തണലിൽ നിൽക്കുന്നത് അവൻ കാണുന്നു. അതിൽ വളരെ ജാള്യത തോന്നിയ ജോങ് വോൺ അവൾക്ക് ചോക്കോബാർ വാങ്ങി നൽകി ക്ഷമാപണം നടത്തി. അമ്മയും സഹോദരിയും മരണപ്പെട്ട അവന് അച്ഛനും വിവാഹിതയായ സഹോദരിയുമാണ് ബന്ധുക്കളെന്ന് പറയാനുള്ളത്. സ്റ്റുഡിയോയിൽ നിന്നെത്തിയാൽ അവൻ അച്ഛനെ സഹായിക്കും. പോകെ പോകെ ഡാറിം ആ സ്റ്റുഡിയോയിലെ നിത്യ സന്ദർശികയായി. കാരണം ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങളുടെ ഫോട്ടോ ദിവസവും ഒരുപാടുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ്റെ പഴയകാല കാമുകി അവനെ കാണാനെത്തി. നിനക്കെന്തോ അസുഖമാണെന്ന് കേട്ടല്ലോ എന്ന് അവൾ തിരക്കുന്നു. ഏയ്, ഒന്നുമില്ല, അതൊക്കെ ഉടനെ ഭേദമാകുമെന്ന് അവൻ അവളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ജോങ് വോൺ ഇടയ്ക്കിടെ ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. ഒരു ദിവസം അവൻ പുറത്ത് ഫോട്ടോ എടുക്കുന്നതിനായി പുറപ്പെടുമ്പോൾ ഡാറിൻ എന്ന പെൺകുട്ടി ഓടിക്കിതച്ചെത്തുന്നു. അത്യാവശ്യമായി ഫോട്ടോ പ്രിന്റ് ചെയ്തു വേണമെന്നും പറയുന്നു. നിവൃത്തിയില്ലാതെ അവനത് ഏറ്റെടുക്കുകയും അവൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. നാളുകൾക്ക് ശേഷം ജോങ് വോൺ തൻ്റെ കൂട്ടുകാരനെ കാണാൻ പുറപ്പെട്ടു. അങ്ങനെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അവർ മദ്യപിച്ചു. പുറത്തിറങ്ങുമ്പോൾ വീണ്ടും മദ്യം വേണമെന്ന് പറഞ്ഞ് ജോങ് വോൺ വാശി പിടിക്കുന്നു. എന്നാൽ കൂട്ടുകാരൻ സമ്മതിക്കുന്നില്ല. എന്താണ് നിന്റെ പ്രശ്നമെന്ന് ജോങ് വോണിനോട് അയാൾ ചോദിക്കുന്നു. അപ്പോഴവൻ ചെവിയിൽ പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ ചത്തുപോകുമടാ എന്ന്. അത് കേട്ട് ദേഷ്യം വന്ന കൂട്ടുകാരൻ അവനെ തല്ലാൻ പിടിച്ചു. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ ജോങ് വോൺ തമാശയിലൂടെ തൻ്റെ കൂട്ടുകാരനോട് വെളിപ്പെടുത്തുകയായിരുന്നു. അവനോടൊപ്പം കറങ്ങി നടക്കാനും വെള്ളമടിച്ച് ചിരിക്കാനും ഇനി അധിക നാളിൽ നിന്ന് ജോങ് വോണിനറിയാം. ഇപ്പോൾ ഒഴിവു സമയങ്ങളിൽ സ്റ്റുഡിയോ സന്ദർശിക്കൽ ഡാറിൻ ഒരു ശീലമാക്കിയിരിക്കുകയാണ്. അയാളെക്കുറിച്ച് അവൾ കൂടുതൽ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഡാറിൻ അവളുടെ ഫോട്ടോ എടുക്കാൻ ജോങ് വോണിനോട് ആവശ്യപ്പെട്ടു. തനിക്ക് ഈ ഭൂമിയിൽ അധിക സമയമില്ലെന്ന് ബോധ്യമുള്ള ജോങ് വോൺ കൂട്ടുകാരുമൊത്ത് ആനന്ദിക്കാനും സമയം കണ്ടെത്തി. അവരൊന്നിച്ച് ഫോട്ടോ എടുക്കാനും അവൻ മറന്നില്ല. പക്ഷേ കൂട്ടുകാരുടെ മുഖം അത്ര പ്രസന്നമായിരുന്നില്ല. അവരും ആ സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. ജോങ് വോൺ മനോനില കൈവിടാതെ മരുന്നുകൾ കഴിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ സഹായത്താൽ TV-യിൽ സിനിമ കാണാറുള്ള അച്ഛനെ അവനത് പഠിപ്പിക്കാൻ ശ്രമിച്ചു. അത് പഠിക്കാൻ കഴിയാതിരുന്ന അച്ഛനു വേണ്ടി അവനത് പേപ്പറിൽ എഴുതി വെച്ചു. അങ്ങനെ വീണ്ടും ഒഴിവുദിനം വന്നപ്പോൾ അവൻ്റെ അടുത്തേക്ക് തന്നെയാണ് ഡാറിൻ വന്നത്. അവൾ കൊണ്ടുവന്ന ഭക്ഷണപാനീയങ്ങൾ കഴിച്ചുകൊണ്ട് നേരം പോക്കുകൾ പറഞ്ഞു ചിരിച്ചു. എന്നിട്ട് അവളുടെ കൂട്ടുകാരി വർക്ക് ചെയ്യുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകാൻ അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. അമ്യൂസ്മെൻറ്റ് പാർക്കിലെ കറക്കത്തിനിടയിൽ തലകറങ്ങിയ ജോങ് വോണിന് അവൾ ഐസ്ക്രീമും എനർജി ഡ്രിങ്കും വാങ്ങി നൽകി. പിന്നീട് അവൻ പഠിച്ച സ്കൂൾ മൈതാനത്ത് ഓടിക്കളിച്ചു. പിന്നീട് കാണുന്നത് ഹോസ്പിറ്റലിൽ നിന്നും തളർന്ന രൂപത്തിൽ പുറത്തു വരുന്ന ജോങ് വോണിനെയും സഹോദരിയെയുമാണ്. സ്റ്റുഡിയോയിൽ വന്ന ജോങ് വോൺ അവിടുത്തെ മെഷീനുകളുടെയും അതിൻ്റെ സ്വിച്ചുകളുടെയും ഫോട്ടോയെടുത്ത് ഓരോന്നും എങ്ങനെയൊക്കെ പ്രവർത്തിപ്പിക്കണമെന്ന് തൻ്റെ അച്ഛനു വേണ്ടി അക്കമിട്ട് എഴുതി വച്ചു. രാത്രി ജോലി കഴിഞ്ഞു വരുന്ന ഡാറിൻ ജോങ് വോണിനോട് മനസ്സിലുള്ള എന്തോ കാര്യം തുറന്നു പറയാനായി ഓടിയെത്തുമ്പോൾ സ്റ്റുഡിയോ അടഞ്ഞുകിടക്കുന്നതാണ് കണ്ടത്. ഒരുപാട് നേരം അയാളെ കാത്തുനിന്ന അവൾ റൂമിലെത്തി അവൻ പറഞ്ഞുകൊടുത്ത വിചിത്രമായ കഥ തൻ്റെ കൂട്ടുകാരിക്ക് വിവരിച്ചു കൊടുത്തു. പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ച ജോങ് വോണിനെ അച്ഛനും സഹോദരിയും അവരുടെ ഭർത്താവും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ ഡാറിമിന് അവിടെ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ പറയാൻ അവൾ മണിക്കൂറുകളോളം സ്റ്റുഡിയോയുടെ പരിസരത്ത് അവനെ കാത്ത് നിന്നു. നിരാശയായിരുന്നു ഫലം. പിറ്റേന്ന് അവനു വേണ്ടി എഴുതിയ കത്ത് സ്റ്റുഡിയോയുടെ വാതിലിൻ്റെ പഴുതിൽ അവൾ തിരികെ വയ്ക്കുന്നു. ട്രാഫിക് ലംഘനങ്ങളുടെ ഫോട്ടോ പ്രിന്റ് എടുക്കുന്നതിനായി മറ്റൊരു സ്റ്റുഡിയോയിൽ ഡാറിൻ മനസ്സില്ലാ മനസ്സോടെ പോകുന്നുണ്ട്. എല്ലാ ദിവസവും ജോങ് വോണിനെ കാണാനുള്ള കാത്തുനിൽപ്പ് ഡാറിൻ തുടർന്നുകൊണ്ടേയിരുന്നു.
സഹികെട്ട അവൾ താൻ വെച്ച കത്ത് തിരികെ എടുക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാം കൂടി സ്റ്റുഡിയോയുടെ അകത്തേക്കാണ് വീണത്. ഹോസ്പിറ്റലിൽ കഴിയുന്ന ജോങ് വോണിനോട് സഹോദരി ചോദിച്ചു, നിനക്ക് ആരെയെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടോ എന്ന്. എനിക്കങ്ങനെ കാണണമെന്ന് തോന്നാൻ മാത്രം ആരുമില്ലെന്ന് അവൻ പറഞ്ഞു. സ്ഥലം മാറിപ്പോകുന്ന ഡാരിമിനു വേണ്ടി സഹപ്രവർത്തകർ യാത്രയയപ്പ് പാർട്ടി സംഘടിപ്പിക്കുന്നു. എന്നാൽ അതിലൊന്നും താല്പര്യം തോന്നാതെ അവൾ വാഷ്റൂമിൽ വന്ന് പൊട്ടിക്കരയുന്നു. അന്ന് രാത്രി അവൾ ആ സ്റ്റുഡിയോയുടെ മുന്നിലെത്തി ഉള്ളിലേക്ക് കുറച്ചുനേരം നോക്കി നിന്നു. ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ അവളൊരു കല്ലെടുത്ത് സ്റ്റുഡിയോയുടെ ചില്ല് എറിഞ്ഞുടച്ചു. ഹോസ്പിറ്റലിൽ നിന്നും സുഖം പ്രാപിച്ചു സ്റ്റുഡിയോയിലെത്തിയ ജോങ് വോൺ തകർന്ന ചില്ലുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് ആശ്ചര്യത്തോടെ അകത്തേക്ക് കയറി. ഒരുപാട് കത്തുകൾക്കിടയിൽ നിന്ന് അവൾ മാത്രം എഴുതിയ കത്ത് വായിച്ച് അവൻ പുഞ്ചിരിച്ചു. ജോങ് വോൺ അവളെ അന്വേഷിച്ചു പോയെങ്കിലും അപ്പോഴവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു കഫേ ഷോപ്പിൽ ജോങ് വോൺ ഇരിക്കുമ്പോൾ ഡ്യൂട്ടി ചെയ്യുന്ന ഡാറിമിനെ കാണുന്നു. അവൾ കാണാതെ ചില്ലുജാലകത്തിൽ കൈകളമർത്തി വിരലുകൾ കൊണ്ട് അവളെ തൊടുന്നതായി സങ്കല്പിച്ചു. ഇതൊന്നും അറിയാത്ത അവൾ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അവൾ അവിടെ നിന്നും പോകുന്നതും നോക്കി വല്ലാത്ത ഹൃദയഭാരത്തോടെ അവനിരുന്നു. അവൾക്കൊരു കത്ത് എഴുതി വച്ചെങ്കിലും അത് അവൻ പോസ്റ്റ് ചെയ്യാതെ മാറ്റിവെച്ചു. ജോങ് വോൺ തൻ്റെ കൂട്ടുകാരുമൊത്തുള്ള പഴയ ആൽബം മറിച്ചു നോക്കി. സ്റ്റുഡിയോയിലെ കസേരയിലിരുന്ന് തൻ്റെ ചിത്രം ജോങ് വോൺ സ്വയം പകർത്തി എന്നേക്കുമായി വിട പറഞ്ഞു. നാളുകൾക്കു ശേഷം മഞ്ഞുകാലത്ത് ജോങ് വോണിൻ്റെ സ്കൂട്ടർ സ്റ്റുഡിയോയുടെ പുറത്തിരിക്കുന്നു. ജോങ് വോണിൻ്റെ അച്ഛൻ സ്റ്റുഡിയോ അടച്ച് ആ സ്കൂട്ടറിൽ കയറിപ്പോകുന്നു. അല്പസമയത്തിനുള്ളിൽ ഡാറിൻ അവിടേക്ക് കടന്നു വരുന്നു. അവനെ ഇന്നെങ്കിലും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റുഡിയോയുടെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കുന്നു. അതിനിടയിൽ തൻ്റെ ചിത്രം അവിടെ ഫ്രെയിം ചെയ്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ട് നാണവും സന്തോഷവും കലർന്ന ജോങ് വോൺ തന്നെ പ്രണയിക്കുന്നുണ്ടെന്നുള്ള ഭാവം അവളുടെ മുഖത്ത് മിന്നിമറഞ്ഞു. അവളുടെ ആഗ്രഹം സഫലമായെന്ന മനസ്സോടെ ഡാറിൻ നടന്നു നീങ്ങുമ്പോൾ ജോങ് വോണിൻ്റെ ആത്മകഥം ഇങ്ങനെയായിരുന്നു. എനിക്കറിയാം, പ്രണയത്തിൻ്റെ വർണ്ണങ്ങളെല്ലാം പഴയ ഫോട്ടോകൾ പോലെയാണ്, നിറം മങ്ങിപ്പോകുന്നവയാണ്. പക്ഷെ നിന്റെ കാര്യത്തിൽ നീ എന്നും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. എൻ്റെ അവസാന നിമിഷത്തിൽ പോലും വിട വാങ്ങുന്നു. എല്ലാത്തിനും നന്ദി. ഈ വാചകത്തോടെ സിനിമ അവസാനിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതാൻ മറക്കരുത്.